പരിജ്ഞാനം നമ്മിൽ വെളിപ്പെടുത്താൻ. 4, സ്തോത്രം, ദൈവിക സ്വഭാവം നമ്മിൽ രൂപപ്പെടുത്താൻ. ഹല്ലേലൂയ. അതിനെല്ലാം ഇത് ആവശ്യമാണ്. ഞാൻ പറയട്ടെ, എപ്പോഴൊക്കെയാണ് ആത്മീയമായി വളർന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഒരു അനുഗ്രഹം കിട്ടിയപ്പോഴല്ല. സ്തോത്രം. അനുഗ്രഹം പലരെയും മടിയന്മാരും അലസന്മാരുമാക്കുമ്പോൾ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളുമാണ് എന്നെ നിങ്ങളെ തീഷ്ണതയുള്ളവരാക്കി, ഹല്ലേലൂയ, ശക്തിയുള്ളവരാക്കി രൂപാന്തരപ്പെടുത്തി എടുക്കുവാൻ ഇടയായി തീർന്നതെങ്കിൽ ഇന്നിൻ്റെ വെല്ലുവിളികളെ നോക്കി നീ ഭാരപ്പെടല്ലേ. ഇന്നലേക്കാൾ നിന്നെ ഒന്ന് വിശ്വാസത്തിൽ വളർത്തുവാൻ, ഇന്നലേക്കാൾ ദൈവത്തിൻ്റെ ശക്തി ഒന്നുകൂടെ വെളിപ്പെടുത്തുവാൻ, ഇന്നലേക്കാൾ ദൈവ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് നിന്നെ ഒന്ന് ഇറക്കുവാൻ, ദൈവിക പരിജ്ഞാനത്തിൽ നിന്നെ ഒന്ന് പൊക്കിയെടുക്കുവാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന്. ഹല്ലേലൂയ. ക്ഷണിച്ചു പോകല്ലേ. സ്തോത്രം. അപ്പൊ ഇവിടെ അനന്തരം 17-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാ? അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘമെല്ലാം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണത്തിൽ രഫീദീമിലെത്തി പാളയമിറങ്ങി. അവിടെ കുടിപ്പാനായിട്ട് വെള്ളമില്ലായിരുന്നു. സ്തോത്രം. ചേട്ടാ, പിന്നെ വെള്ളത്തിന്റെ പ്രശ്നമായി. തുടക്കം തൊട്ടേ വെള്ളം പ്രശ്നമാണ്. ചെങ്കടലിന്റെ മുമ്പിൽ വന്നപ്പോൾ അത് പ്രശ്നമാണ്. ദൈവം എന്ത് ചെയ്തു? അതങ്ങ് വറ്റിച്ചു. സ്തോത്രം. അപ്പോൾ ദൈവത്തിന് വെള്ളം വറ്റിക്കാനും അറിയാം, ദൈവം വെള്ളം പുറപ്പെടുവിക്കാനും അറിയാം. സ്തോത്രം. വെള്ളം വറ്റി ചക്കര കടത്തി. ഭയങ്കര അത്ഭുതമല്ലേ കണ്ടത്? 430 വർഷം പോരാടിയ പോരാട്ടത്തെ അവസാനിപ്പിച്ചത്. ഭയങ്കര മിറക്കിളല്ലേ? എത്ര അത്ഭുതം കണ്ടാലെന്താ? നമ്മുടെ ജീവിതത്തിലൊക്കെ സ്തോത്രം രക്ഷിക്കപ്പെട്ട നാളിന് ശേഷം ദൈവം ചെയ്ത അത്ഭുതങ്ങളൊക്കെ ചെയ്ത ദിവസം അത് അത്ഭുതമാണ്. അത് കഴിഞ്ഞപ്പോഴോ ഇപ്പൊ ഒന്നും ഓർക്കണില്ല പലതൊന്നും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 1 വർഷമായിട്ട് മുഴുവൻ പ്രശ്നങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഇതിന് അത്ഭുതമൊന്നും ഓർക്കണില്ല. ഈ 1 വർഷമായിട്ട് മുഴുവൻ പ്രശ്നങ്ങളെ ഓർക്കുന്നുള്ളൂ. ശരിയല്ലേ? സ്തോത്രം. അതാ ഇസ്രായേൽ മക്കൾക്കും പറ്റുന്നത്.